ആരുടെയെങ്കിലും വീട്ടില് എന്തുണ്ടെങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. രക്ഷപ്പെട്ട് ആകെ 5 പേരേ ഉള്ളൂ. ആകെ 5 പേരേ ഉള്ളൂ. അവർ 5 പേരും രക്ഷപ്പെട്ടു. ആക്കിയൊക്കെ ഉസ്താദെ, ആടിനെ വളർത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ജോലിയായി. ഇത്തിരി ബുദ്ധിമുട്ടുള്ള, ഇത്തിരി പാടുള്ളതാ. പ്രവാചകന്മാര് മുഴുവനും ആട് മേച്ചവരാ. ആട് മേക്കാത്ത ഒറ്റ പ്രവാചകന്മാര് പോലും ഇല്ല. ആടിനെ മേച്ചാൽ ക്ഷമയുണ്ടാകുന്ന അറബിയുടെ ഗൾഫിൽ പോയി അറബിയുടെ ആടിനെ ഒട്ടകത്തിനെയൊക്കെ നയിച്ചവർക്ക് അറിയാം. ഒരെണ്ണത്തിനെ പിടിച്ചോണ്ട് ഇവിടെ നിർത്തിയിട്ട് നോക്കുമ്പോ അടുത്ത് അവിടെ നിൽക്കും. അതിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുമ്പോ ഇത് അങ്ങോട്ടും അടിക്കാൻ പറ്റും, ഉപദ്രവിക്കാൻ പറ്റും. എന്തെങ്കിലും ചെയ്ത അറബി നെഞ്ചത്ത് കയറിയിരിക്കും. വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരുടെ വീട്ടിലാണോ ആടുള്ളത് അവന്റെ വീട്ടിൽ അള്ളാഹു കൊടുത്ത മുഴുവൻ കാര്യങ്ങളിലും ബർക്കത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബർക. ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരുടെ വീട്ടിലാണോ? എന്തടാ ഈ ചങ്ങാതി വന്നിട്ട് ആടിന്റെയും കോഴിയുടെയും കാര്യം പറയുന്നത് എന്ന് ചിന്തിക്കും. ഉസ്താദിന്റെ ആടിന്റെ നിങ്ങളോട് 2ാം ലോക മഹായുദ്ധം ഉണ്ടാവാനുള്ള കാരണം പറഞ്ഞിട്ട് നിങ്ങൾക്കും ഒരു നേട്ടവുമില്ല, എനിക്കും ഒരു നേട്ടമില്ല. വല്ല പ്രയോജനമുള്ള കാര്യം പറയണം. ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് തിന്നാൻ മാത്രം നോക്കിയാ പോരാ. ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ മേടിച്ച് അടിക്കാൻ മാത്രം നോക്കിയാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കോഴിയെ വളർത്തിയ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ചോദിച്ചിട്ട് നാണം കെടാൻ വയ്യ. വീട്ടിൽ കോഴിയെ വളർത്തണം. കോഴിയെ വളർത്തിയ കണ്ണീർ പരിക്കൂല. ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഐഷ ഈ പ്രാവശ്യം തെങ്ങിങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുക, ചുമന്ന തെങ്ങ് ഇങ്ങനെ കൊലച്ച് നിൽക്കണ കാണുമ്പോ പറയും, ഈ പ്രാവശ്യം ഒരുപാടുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. അടുത്ത വർഷം അതിലേ കൂടെ നടന്നു പോകുമ്പോ ആ തെങ്ങ് നിന്നതിന്റെ അടയാളം പോലും കാണൂല, കരിഞ്ഞു. ചിലര് പറഞ്ഞു കഴിഞ്ഞാൽ അറം പറ്റി. ചില ആൾക്കാർ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ചിലരിങ്ങനെ പറയും, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലേ, സുഖമില്ലേ എന്ന് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുഞ്ഞിനെ വയറിളക്കം പിടിക്കുന്നവരാണ്. ഒന്ന് പറഞ്ഞാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം കിട്ടുമെങ്കിൽ കോഴിയുടെ കണ്ണിലൊന്ന് നോക്കണം. നാളെ രാവിലെ സുബഹിക്കൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് കൂട്ടിന്ന് കോഴിയെ പിടിച്ച് നിർത്തിയിട്ട് കണ്ണിലൊന്ന് നോക്കണം. നമ്മൾ കോഴിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ കോഴി നമ്മളെ നോക്കി പേടിപ്പിക്കും. വീട്ടിൽ കോഴിയെ വളർത്തിക്കഴിഞ്ഞാൽ കണ്ണീർ വലിക്കൂല എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2 കാര്യം ആണുങ്ങൾക്കുള്ളതായിരുന്നു, ഇനി 2 പെണ്ണുങ്ങൾക്കുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് അവരുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആട്ടുകല്ലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മച്ച ഗൾഫിൽ പോയി അറബിയുടെ കൂടെ നടന്നെത്തിരി കിട്ടിക്കഴിഞ്ഞ പതക്കം മാറി. ഇന്ന് ഏത് വീട്ടിലാ ആട്ടുകല്ലുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. വന്ന വഴി ഒരിക്കലും മറക്കരുതെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കണം. നമ്മൾ വളർന്നു വന്നത് ഒരിക്കലും മറന്നു പോകല്ല. പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നിത്തിരി പണം കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് മിക്സിയായി, ഗ്രൈൻഡറായി. ഇപ്പൊ ആട്ടുകല്ല് വീട്ടിലൊന്നും കാണാൻ പോലും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർക്കത്ത് വേണോ? പറമ്പിൽ എവിടെയോ കിടക്കുന്നുണ്ട്, എടുത്ത് തലയിൽ വെച്ച് വീടിനകത്ത് കയറ്റിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരുടെയെങ്കിലും വീട്ടിൽ കറിച്ചട്ടിയുണ്ടെങ്കിൽ, മണ്ണുകൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, അവന്റെ സമ്പത്തിലും അവന്റെ കുടുംബത്തിലും അവന്റെ മക്കളിലും അവന്റെ ഭാര്യയിലും അവന്റെ വീട്ടിലും അള്ളാഹു ബർക്കത്തിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കറിച്ചട്ടി, മണ്ണുകൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി, അതിന്ന് കച്ചവടക്കാര് പോലും വിൽക്കുന്ന കാണാനില്ല. കാരണം ഗ്യാസ് വന്നപ്പോ പിന്നെ ചട്ടിയും കരവൊക്കെ പോയല്ലോ. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. ഇത് പറയുമ്പോ താത്താമാര് പറയും, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാം ഉസ്താദെ, ഇതിന്റെയൊക്കെ പാട് നമുക്കല്ലേ അറിയൂ. പെങ്ങളെ, വളർന്നു വന്ന കാലം ഒരിക്കലും മറന്നു പോകരുത്. ഈ 4 കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവനുണ്ടല്ലോ അവൻ നാളെ സ്വർഗ്ഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, ഖുർആൻ ഓതാതെ ഉറങ്ങാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ
ഖുർആൻ ഒരു യാസീനെങ്കിലും ഓതാതെ ഞാൻ ഉറങ്ങില്ലെന്ന് നിയത്ത് ചെയ്ത ഏതെങ്കിലും ഒരു പെങ്ങൾ ഈ വീരന്റെ ബാലന്റെ സദസ്സിലുണ്ടെങ്കിൽ എന്റെ പൊന്നുമോളെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലമെന്ത്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലമെന്ത്. മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി മരണത്തോട് മല്ലരിച്ച് കിടക്കുകയാ, സക്കറാത്തിന്റെ അവസ്ഥകൾ കിടക്കുകയാ. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ തന്റെ കൂടപ്പുറപ്പ് അഹ്മദ് എന്ന സഹോദരനെ വിളിക്കുകയാ. തന്റെ സഹോദരനെ വിളിച്ചിട്ട് പറയുകയാ, കമ്പോളത്തിൽ പോയി എന്റെ കഫം തുണി ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമോ, എന്റെ കഫം തുണി ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമോ. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ കൂടപ്പുറപ്പിനെ പങ്കോളത്തിലേക്ക് പറഞ്ഞു വിടുകയാ. കമ്പോളത്തിൽ പോയി കഫം തുണി മേടിച്ചു കൊണ്ടുവരുമ്പോ കഫം തുണി മേടിച്ചു കൊണ്ടുവരികയാണ്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി കുളിച്ച് ഒന്നുപെടുത്തിട്ട് വൃത്തിയായി കിടക്കുകയാ. കഫം തുണി കൊണ്ടു കൊടുക്കുമ്പോ ആ കഫം തുണി സ്വന്തമായി ധരിക്കുകയാണ്. ആ കഫം തുണി സ്വന്തമായി ധരിക്കുകയാ. എന്നിട്ട് തന്റെ കൂടപ്പുറത്തിനോട് പറയുകയാ, ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമോ, ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമോ. എന്റെ വീടിനകത്തേക്ക് വിരുന്നുകാരെ കടന്നു വരികയാ. മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി ഉണ്ടല്ലോ, തന്റെ കൂടപ്പുറപ്പിന് വെളിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. സഹോദരൻ വെളിയിൽ പോയിട്ട് കുറച്ചു നേരം നോക്കിയിട്ട് അനക്കമില്ല. വീടിന്റെ വാതിൽ തുറന്നകത്തേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വഫാത്തായി കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതാൻ നിന്നെ കൊണ്ട് മനസ്സുണ്ടോ ചെറുപ്പക്കാരാ? ഒരു ദിവസം നിന്റെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് നിന്റെ മയ്യത്ത് കിടത്തിയിട്ട് മുഖത്തിന്റെ മുകളിൽ തുണിയെടുത്തിടുമല്ലോ. വെള്ളത്തുണിയിൽ പൊതച്ച് നിന്റെ വീടിനകത്ത് നിന്റെ മൃതശരീരം ഇട്ടിരിക്കുമ്പോ ഈ നാട്ടുകാര് മുഴുവനും വരിവരിയായി നിന്റെ വീടിനകത്തേക്ക് കടന്നു വരുമല്ലോ. മരിച്ചെന്ന് പിതാവ് മരിച്ചെന്ന് കേൾക്കുമ്പോ, നിങ്ങൾ മരിച്ചെന്ന് പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുമ്പോ കാണാ നിന്റെ വീടിനകത്തേക്ക് കയറി വന്നിട്ട് നിന്റെ മുഖത്ത് പുതച്ചിട്ടിരിക്കുന്ന തുണി ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് എന്റെ പൊന്നുപോലെ പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ നിനക്ക് ഭാഗ്യം വേണ്ടേ ചെറുപ്പക്കാരാ? വീടിനകത്ത് ചിരിച്ചുകൊണ്ട് കിടക്കണ്ടേ ചെറുപ്പക്കാരാ? മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതി മരിക്കണ്ടേ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതിക്കഴിഞ്ഞ മുടങ്ങാതെ ഒരു സൂറത്തെങ്കിലും ഓതാൻ നിന്നെ കൊണ്ട് സാധിച്ച ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് എന്റെ പൊന്നുപോലെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ സ്വർഗത്തിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് നിനക്ക് മരിക്കാൻ കഴിയും ചെറുപ്പക്കാരാ. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നവന് നല്ല മരണം കിട്ടും. അവന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാ, അവന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, മക്കളെ പഠിപ്പിക്കാൻ ലക്ഷങ്ങളെ ചെലവഴിക്കുന്നവരാണല്ലോ. MBBS സീറ്റ് കിട്ടാൻ, +1 സീറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് സീറ്റ് കിട്ടാൻ ലക്ഷങ്ങളെ ചെലവഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾ ചെലവഴിക്കുന്ന 1 രൂപയ്ക്ക് പോലും നാളെ പടച്ചവന്റെ കോടതിയിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. പക്ഷേ മദ്രസയിൽ പഠിക്കുന്ന നിന്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്റെ പൊന്നുപോലും നീ ഒരു പെൻസിൽ വാങ്ങിക്കൊടുത്ത, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഒരു പൊന്നുമകന് ഒരു കിതാബ് വാങ്ങിച്ചു കൊടുത്താ നിനക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇൽമു പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആരെങ്കിലും 1 രൂപ ചെലവഴിച്ചാ ഇൽമു പഠിപ്പിക്കുന്ന മക്കൾക്ക് വേണ്ടി മദ്രസയിൽ പഠിക്കുന്ന പൊന്നുമോരൊരു കിതാബ് വാങ്ങിക്കൊടുത്ത, ഒരു പേര വാങ്ങിക്കൊടുത്ത, ഒരു ജോഡി വസ്ത്രം വാങ്ങിക്കൊടുത്ത, ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്ത കിട്ടുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. യാ സ്വഹാബാ
അവന്റെ ശരീരം നരകത്തിലെ ഹറാമാ. നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ 1 രൂപ എന്നാണ് നിങ്ങൾ ചെലവഴിച്ച നരകത്തിൽ നിന്റെ ശരീരം കൊണ്ട് ഇട്ടുകഴിഞ്ഞ നരകം പറയുമല്ല, ഇവരുടെ ശരീരത്തിൽ ഞാൻ തൊടുന്ന റബ്ബേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 1 രൂപ ചെലവഴിച്ചാൽ കിട്ടുന്ന 1ാമത്തെ പ്രതിഫലമാ. 2ാമത്തെ പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ അർശുണ്ടല്ലോ, പടച്ചവന്റെ അർശും അതിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സർവ്വ മലക്കുകളും ഖിയാമത്ത് നാൾ വരെ നിനക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി